നമ്മുടെ വാഗനാർ VX എന്നുള്ള ഒരു വേരിയന്റ് ആണ്. ഇത് നമുക്ക് വാട്സ് എഡിഷൻ കിറ്റ് ചെയ്തിരിക്കുന്ന മോഡലാണ്. അതായത് കിറ്റിൽ നമുക്ക് വരുന്നത് ബേസിക്കലി ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഫ്രണ്ട് ഗാർണിഷ് വരുന്നുണ്ട്, ബമ്പർ പ്രൊട്ടക്ടർ വരുന്നുണ്ട്, ഫ്രണ്ട് കട്ടിങ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ്. നമുക്ക് സൈഡ് വ്യൂ വരികയാണെങ്കിൽ നമുക്ക് വീൽ ആർച്ച് വരുന്നുണ്ട്, സൈഡ് ബീഡിങ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡോർ വൈസ് അങ്ങനെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൈഡ് പ്രൊഫൈലിൽ വെച്ച് നോക്കുമ്പോൾ വരുന്നത്. റെയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോയിലേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ റെയർ സ്കർട്ടിങ്സും വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ എക്സ്റ്റീരിയർ സൈഡിൽ നിന്ന് വെഹിക്കിളിൽ നിന്ന് വരുന്ന ആക്സറീസ്. ഇനി നമ്മൾ ഇന്റീരിയർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡോർസിൽ ഗാർഡ് വരുന്നുണ്ട്, മെയിനായിട്ട് ഇന്റീരിയർ പ്ലേറ്റിംഗ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഗ്രിപ്സ് വരുന്നുണ്ട്, അതേപോലെ മെയിൻ അട്രാക്റ്റീവായി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. ലെതർ റാപ്ഡ് സീറ്റ് കവേഴ്സ് ആണ് ഇത് വരുന്നത്, ബ്ലാക്ക് ഫിനിഷ്. അതേപോലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 9 ഇഞ്ചിന്റെ ഫുൾ വ്യൂ വരുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ വരുന്നുണ്ട് മെയിൻ പ്രൊഫൈലിൽ. പിന്നെ ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റായിട്ട് നമ്മളൊരു സ്പീക്ക് വുഡൻ സ്റ്റൈലിലുള്ള ഒരു ഇന്റീരിയർ കിറ്റ് 2 ഡോറിന്റെയും 4 ഡോറിന്റെയും ഫ്രണ്ട് സ്റ്റിയറിംഗ് ബാലൻസിന്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻലി വാട്സ് എഡിഷനിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഇതിന് മാരുതി തന്നെയാണ്, മാരുതി ആൾട്ടോ ആയിരുന്നു. അപ്പൊ അത് 10 വർഷത്തോളം നമ്മൾ അത് ഉപയോഗിച്ചു. അതിനുശേഷം ഇപ്പൊ 2025 നമ്മളൊരു പുതിയൊരു വണ്ടി നമ്മൾ എടുക്കുകയാണ്. അത് മാരുതിയുടെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, VXi മിഡ് ഓപ്ഷൻ ആണ്. അപ്പം ഈ വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നു എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഓട്ടോമാറ്റിക് തന്നെ എടുത്തത്. പിന്നെ തിരുവനന്തപുരത്തെ യാത്രയ്ക്കൊക്കെ നല്ലത് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് വണ്ടി തന്നെയാണ്. എപ്പോഴും നമുക്ക് ഇത് നമ്മുടെ മാരുതി തന്നെയാണ് നമ്മുടെ കൊച്ചി ഫാമിലിക്ക് എപ്പോഴും നല്ലത്. നമുക്ക് ഈ വണ്ടി നമുക്കിപ്പോൾ സ്വന്തമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമ്മുടെ തിരുവനന്തപുരം പാപ്പനംകോടുള്ള സാരഥിയാണ്. സാരഥിയിൽ നമുക്ക് ഈ വണ്ടി നമ്മുടെ കയ്യിലേക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ച നമ്മുടെ ഇവിടുത്തെ സാരഥിയിലെ 2 പേരാണ്, ജിത്തു ചേട്ടനും അതുപോലെ അവരുടെ ചേച്ചി. അപ്പോൾ 2 പേരും നല്ല രീതിയിൽ നമ്മളോട് ഇടപെട്ട് നമ്മളോട് നല്ല രീതിയിൽ വന്ന് നമ്മുടെ വണ്ടി ഇന്ന് നമുക്ക് 1-ാം തീയതി തന്നെ ഇന്ന് ഇറക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് നമ്മുടെ ഈ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ വല്ലതും? സന്തോഷം സാറ് നമ്മളോട് നല്ലൊരു സഹകരിച്ചിട്ടുണ്ട്, നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും റെഫറൻസ് വണ്ടി എടുക്കാനെങ്കിൽ സാർ നമ്മൾ റെഫർ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ വണ്ടി ഇവിടുന്ന് നമ്മുടെ പാപ്പനംകോടുള്ള സാരഥിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, everyday, late at night, not okay. All I want